friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും തിന്നായിട്ടുള്ളത് നമ്മുടെ A4 ഷീറ്റിൻ്റെ ആ സൈസിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ ബോട്ടിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ട് വരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ വലിയ ഫ്ലവറാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വലിയ റൗണ്ട് വരഞ്ഞ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 8 സർക്കിളുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു സർക്കിൾ വെച്ചിട്ട് അതിൽ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് മറ്റൊരു സർക്കിൾ വെക്കുക. അങ്ങനെ 8 സർക്കിളും അങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഐഡിയ ഒന്നുമല്ല കേട്ടോ, ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് 1 മില്യൺ വ്യൂ 1 മന്ത് കൊണ്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമല്ലോ. പിന്നെ ഈസിയാണ്, നമുക്കിപ്പോൾ ബോട്ടിൽ ഒട്ടിക്കാനാണെങ്കിലും ഹെയർ ബാൻഡ്, കുട്ടികൾക്കുള്ള ഡ്രസ്സിൽ അതിലൊക്കെ ഒട്ടിക്കാൻ ഈസി ആയിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ 8 പീസും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചെടുത്ത ആ ഒരു സർക്കിളിൽ ഫസ്റ്റിലൊരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ലാസ്റ്റ് വരെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. ഈ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലവർ മാത്രം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 സർക്കിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സർക്കിൾ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഫ്ലവർ കിട്ടും. ഇനി അതിൻ്റെ പുറമേ ഉള്ള ഇതളുകളെ റോസ് ഫ്ലവറിൻ്റെ ആ പെറ്റൽസിൻ്റെ രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്നിങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ആ പെറ്റലിനൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള വേറെ കുറേ ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് പിക്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇടാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റതും കൂടെ അങ്ങനെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇഷ്ടമായോ ഇല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനതിന് ലീഫ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ റെഡ് കളർ ഫോം ഷീറ്റ് വെച്ചിട്ടും കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ റെഡ് കളർ ഫോം ഷീറ്റ് യെല്ലോ കളർ ഫോം ഷീറ്റിനേക്കാളും കുറച്ചുകൂടെ തിക്നെസ് കൂടിയിട്ടുള്ളതായിരുന്നു. യെല്ലോ കളർ നമ്മൾ A4 സൈസിൻ്റെ അത്രയും തിക്നെസ് ഉള്ളത് എടുത്തത്. അതിനേക്കാളും കുറച്ചുകൂടെ തിക്നെസ് ഉള്ളതാണ് അപ്പോൾ ഞാൻ റെഡ് കളറിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറാണ് ഒന്നുകൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോഴും കുറച്ചുകൂടെ ഒരു തിക്നെസ് കൂടിയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരിക. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഇന്ത്യൻ ടൈം 4 PM, UAE ടൈം 2:30 നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.